ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പരിക്ക് പറ്റി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന്റെയും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ വൻമതിലായ മാർക്കോ ലെസ്കോവിച്ചിന്റെയും പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. പഞ്ചാബ് എഫ്സിക്കെതിരായുള്ള തോൽവിക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇന്നായിരുന്നു ചെന്നൈയിൻ എഫ്സിയെ നേരിടാൻ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ മത്സരമായിരുന്നു. കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈയോട് 1-0 എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പരാജയപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിലെ ക്യാപ്റ്റനായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ വൻമതിലായ മാർക്കോ ലെസ്കോവിച്ചിന് സെക്കൻഡ് ഹാഫിൽ പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു. താരത്തിന്റെ പരിക്കുമായി അനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന്റെ പരിക്ക് അതിഗുരുതരം തന്നെയാണെന്നാണ്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനും ഇന്ന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. താരത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് ആദ്യ പകുതിയിലായിരുന്നു. പക്ഷേ സച്ചിൻ സുരേഷിന്റെ പരിക്കിനോടനുബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തന്നെ ഔദ്യോഗികമായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് സച്ചിൻ സുരേഷിന്റെ പരിക്ക് അധികം ഗുരുതരമൊന്നുമല്ല എന്നാണ്. കൂടാതെ മാർക്കോ ലെസ്കോവിച്ചിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ISLന്റെ 10ാം സീസണിൽ തുടക്കത്തിൽ താരത്തിന് കുറച്ച് മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു പരിക്ക് കാരണം തന്നെയായിരുന്നു. ഏതായാലും നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് പണ്ട് പറ്റിയ അതേ സ്ഥലത്ത് തന്നെയാണ് താരത്തിന് ഇന്നും പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ താരത്തിന്റെ പരിക്ക് ലേശം ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ലെസ്കോയെ ഇനി തീർച്ചയായും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കുറച്ച് മത്സരങ്ങളിൽ കാണാൻ സാധിക്കില്ല എന്നത് ഉറപ്പ് തന്നെയാണ്. കൂടാതെ ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കണ്ണടച്ചൊന്നും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുകയുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായി CK ടോക്സ് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.